ആദ്യം അവനെ അഴിച്ചു വിടണം. ഈ ഇരുട്ടിന്റെ മറവിലാണ് അവനെ അഴിച്ചു വിടുന്നത്. നിനക്കറിയാവോ? വെളുപ്പിന് ഒരു 4:30 ആകുമ്പോൾ, അത് കഴിഞ്ഞ് പിന്നെ സന്ധ്യ ആകുമ്പോഴാണ് ആളും പേരും ഒന്നും ഇല്ലാത്തപ്പോൾ. ഇന്ന് അഴിച്ചു വിട്ടപ്പോൾ മഴയില്ലായിരുന്നേ, ചെറിയൊരു തൂളലേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുതെന്ന് ചാറ്റ മഴ. അതുകൊണ്ട് അഴിച്ചു വിട്ടതാ. പെട്ടെന്ന് പോയിട്ട് വരുമല്ലോ എന്ന് ഓർത്തു. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒരു മഴ. ഞാൻ പിന്നെ നോക്കി നിന്നു. ആ മഴയെല്ലാം കൊണ്ടവൻ അങ്ങനെ നടന്നു. എന്തായാലും നനഞ്ഞില്ല, മൊത്തം അവൻ ചെയ്ത് കൂടിയില്ല അല്ലേ? നനയുകയും ചെയ്തു. എന്നാ കയ്യിലൊക്കെ ചെടിയായി അല്ലേ? തണുക്കുന്നുണ്ടോ മുട്ട? ഇവനെ അങ്ങനെ വെളുപ്പിന് പകൽ അഴിച്ചു വിടാൻ പറ്റത്തില്ലാന്നേ. ഞാൻ ദീക്ഷയെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു 2-3 വട്ടമൊക്കെ ഞാൻ സമയം അനുസരിച്ച് ദീക്ഷയെ കൊണ്ടുപോകും. ചോദിക്കുമ്പോ ഒക്കെ കൊണ്ടുപോകും. അവളും വലിയ കാര്യമില്ലേ. പക്ഷെ ഇവന് കിടുന്നോടത്താണ് കടിക്കുന്നത്, മനസ്സിലായോ? ഇവന്റെ ഹൈറ്റിനനുസരിച്ച് ചിലപ്പോൾ ഒരാളുടെ കാലയിലായിരിക്കാം, ചിലപ്പം ബട്ടക്സ് ഇരിക്കും. അല്ലാതെ പിന്നെ അങ്ങോട്ട് വീക്കിടിച്ചറിയോ? ശരിയൊക്കെ നന്ദി. അതുകൊണ്ട് കൊച്ചിച്ചേച്ചിനെ കടിച്ചു ഓർക്കുന്നുണ്ടോ? ഞാൻ കൊച്ചിച്ചേച്ചിനെ കടിച്ച എന്നാന്നറിയാവോ? കൊച്ചിച്ചേച്ചി എന്നും ഇവനിങ്ങനെ ഓടി ചെല്ലൂല്ലോ. 2 പേര് ചെല്ലുമ്പം പുള്ളിക്കാരി മേത്ത് കയറാണ്ടിരിക്കാൻ എന്നും വടിയായിട്ട് വരുവുള്ളായിരുന്നേ. ഒരു ദിവസം പുള്ളിക്കാരി വടി എടുക്കാൻ മറന്നുപോയി. അപ്പൊ ഇവര് ഓടിച്ച് മേത്തോട്ട് ചടിക്കരുത്, ഒരു കമ്മലൊക്കെ കമ്മി എന്ന് ഇവനെ പേടിപ്പിക്കും. വടി കൊണ്ട് അട്ടി മേടിക്കും കേട്ടോ കുക്കൂന്ന് പറഞ്ഞിട്ട്. വടിയില്ലാത്തൊരു ദിവസം പഠിച്ചു. പുള്ളിക്കാരി ഒന്ന് പേടിച്ചു കേട്ടോ. എന്നാ ചെയ്യാൻ പറ്റും? പുള്ളിക്കാരി അങ്ങ് ഇരുന്ന് പോയി. കമ്മുവാ ചെയ്ത്, മുറിഞ്ഞൊന്നുമില്ല. പിന്നെ ഞാനൊക്കെ പെട്ടെന്ന് ഇറങ്ങി ചെന്നു. മരുന്ന് ഹോസ്പിറ്റലിൽ പോകുന്നപ്പോൾ വക്കീച്ചേട്ടൻ പറഞ്ഞു വേറൊരു വണ്ടിയുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ടോ. വീട്ടിലും പോയി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, ഹോസ്പിറ്റലിലൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഇവ കടിച്ച് 3-4 പേർക്കിട്ട് കടിച്ചിട്ടുണ്ടല്ലോ. അവരെല്ലാം നമ്മുടെ കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് കയറിയാണ് കടിച്ചെടുക്കുക കേട്ടോ. അല്ലാതെ വഴി പോയവരൊന്നും കടിച്ചില്ല. കൊച്ചിരിച്ച് ഞെട്ടതല്ലായിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പം അല്ലേടാ പൂക്കണ്ടി, അല്ലേടാ പൂക്കണ്ടി അമ്മേ അല്ലേ? കൊച്ചിരിച്ചേച്ചിനെ എന്തിനാ കൊച്ചി കടിച്ചത്? നന്ദി. ഈ വയറിനടി മുഴുവനെ ചെളി. ഈ നടക്കുമ്പോഴേ ഈ വെള്ളം ഇങ്ങനെ മരത്തുള്ളി ഇങ്ങനെ വീഴുമ്പോൾ അതൊക്കെ അവരുടെ വയറിലെല്ലാം പറ്റും. ഈ അടിനെഞ്ചിന് ഇച്ചിരി എന്താ പറയാ, വിരിവ് കൂടുതലല്ലേ. അതുകൊണ്ട് കൊച്ചിൻ്റെ വയറിൻ്റെ അടി വെച്ച് എന്നും നനയും. അമ്മ അങ്ങനെ പോകുന്നില്ല. കത്തിക്കുട്ടിയുള്ള മഴയാണെങ്കിൽ അവള് പന്നിപ്പടക്കം എടുത്ത് കടിച്ചു വന്നാൽ ഇങ്ങോട്ട് ഓടി വരും. നമ്മളൊന്നും നിൽക്കത്തില്ലേ? അല്ലേടാ പൊന്നരെ കൊച്ച് അല്ലേ? പാവമായിട്ട് അഴിച്ചു വിടുന്ന സമയമാവും മുതലാക്കുന്ന കേട്ടോ. അല്ലാതെ അത് ഓട്ടാനാ ധൃതി. ഈ വെള്ളം പോയാലും നിനക്ക് തണുക്കും. അവിടെ നിൽക്കടാ കുക്ക പറ. ഒന്നാമത് എന്നും ആ കരിപ്പാത്രത്തിൽ പോയി തലയിടും. എന്നും കുളിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. വേറെ ചെളി കണ്ട തൂക്കുന്നതിൻ്റെ അരിച്ചായി കാണിക്കണത്. വെള്ളം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവരുടെ സ്കിന്നിനൊക്കെ ഭയങ്കര എന്തുകൂട്ടുണ്ട് ഇൻഫെക്ഷൻസ് പോലെ രോമം പൊഴിയല്ലേ, അതൊക്കെ ഉണ്ടാവും. അപ്പം അത് എല്ലാവരും തലയിലാണ്
സാധാരണ പില്ലോ വയ്ക്കുന്നത്. അവൻ്റെ കുണ്ടി അവനെ പില്ലോയെ വെക്കുന്നത്. ഇപ്പോഴല്ല പുതിയ ഫാഷനാ. ഇതിൻ്റെ അടിയിലെല്ലാം ഇന്നും ബെൽറ്റ് വേണ്ട അല്ലേ? അതിന് ഞാൻ കിടക്കാൻ നേരം മിക്കവാറും ബെൽറ്റ് ഇങ്ങനെ കഴുത്തിൽ കൂടി ഒഴിഞ്ഞു വെക്കും. ഇതൊരു ബെഡ്ഷീറ്റ്. ഇത് ഈ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുന്ന ഇവൻ്റെ ടർക്കി അവിടെ പുറത്ത് വരി കിട്ടുന്നത്. ഇനിയിപ്പോൾ അതെടുക്കാൻ പോകും. പോയി അല്ലേ അമ്മ തുമ്പടി കണ്ട. ആ നിമിഷ നേരം കൊണ്ട് അത് വലിച്ചിട്ടു. കണ്ട, ഷീറ്റൊക്കെ വിരിച്ച് കിടക്കുന്ന കുഞ്ഞ കണ്ട. ഉരുട്ടി കൂട്ടിയിട്ടിട്ട് അവൻ ചുമ്മാ കുണ്ടി കൊണ്ട വെച്ചു. എന്താ വെള്ളം ഞാൻ മുപ്പിയെടുത്തു. ഇല്ലല്ലേ, ഈ വെള്ളം ഇങ്ങനെ ഇരുന്ന് ഇവരിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഓർക്കെ രോമം പുഴിയിൽ മുതൽ ആവശ്യമില്ലാത്ത കുറേ രോഗങ്ങൾ വരും. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. അല്ലേടാ കൂച്ചേ? ഇന്നിപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പം അടുത്ത ദിവസം കാണാം.